അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയോട് പറയാണ്, ഞാൻ പുരുഷന്മാരോട് മാത്രമല്ല എനിക്ക് ആകർഷണമുള്ളത്, എനിക്ക് സ്ത്രീകളോടും ഉണ്ട്, എനിക്ക് ട്രാൻസ് മനുഷ്യരോടും ഉണ്ട്. പ്രധാനമായിട്ടും സാഹിത്യം അല്ലെങ്കിൽ അവർ കണ്ട സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരോട് അട്രാക്ഷൻ തോന്നുന്നത്. അത് ചിലപ്പോൾ അവരുടെ ബോഡി ആയിട്ട് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ആയിരിക്കില്ല. അപ്പൊ ഇത് എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ കൺവിൻസ്ഡ് ആണ്, അമ്മയ്ക്ക് പ്രശ്നമില്ല. അമ്മ ആലോചിച്ചിട്ടുണ്ടാവില്ല, അമ്മ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അമ്മയുടെ ഇനീഷ്യൽ ഫെമിനിസ്റ്റ് ഡേയ്സിൽ അവർക്കത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അത് വരുന്ന സമയത്ത് അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അമ്മ അക്കോമഡേറ്റിംഗ് ആണ് എൻ്റെ പ്രണയങ്ങളെ. ഞാനും അവരും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഒരു കാര്യം കൂടെ ഉള്ള അതിൻ്റെ ഇടയിൽ, ഈ ലെസ്ബിയൻ എന്ന് പറയുന്നതിനേക്കാളും ഭയങ്കര വാക്കാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഇത് കുറെ കൂടെ വിശാലമായ അർത്ഥത്തിൽ നല്ല കാര്യമാണ്. പക്ഷേ കുറെ കൂടെ നമുക്ക് ലോകം കുറെ കൂടെ വലുതാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ സർവൈവലിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കുഞ്ഞുങ്ങൾ ഉണ്ടാക്കേണ്ടതുമില്ല. അങ്ങനെ ഒരു സ്ഥലത്തും ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ലോകത്തെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അപകടമായിട്ടുണ്ട്. ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ പോലും ഇത്തരം ഒരു പറച്ചിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും, ഇപ്പോൾ ഗാർഗി ഒരു ഹഗ് ചെയ്താൽ പോലും ആളുകൾ തെറ്റിദ്ധരിക്കുന്ന തരത്തിലേക്ക്, ഒരു മീറ്റു പറയാൻ തോന്നുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറ്റുക, ഇത്തരം തെറ്റിദ്ധാരണകളെ വ്യക്തിപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പക്ഷേ ഗാർഗി കടന്നു വന്നതാണ്. അത് ഭയങ്കര കുറച്ചുകൂടെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? ഒരു ക്യൂർ പൊളിറ്റിക്സിന്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് ടഫ് ലൈഫ്. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ ബോഡിയിൽ ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും വിവാഹം ചെയ്തിരിക്കണം എല്ലാ കുടുംബത്തിലും. അപ്പം നമ്മൾ തന്നെ അറിയുന്ന കേസുകളിൽ മക്കളായതിനു ശേഷം തിരിച്ചറിഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ അതുവരെ ഇങ്ങനെ ഇത് അടക്കി പിടിച്ച് ജീവിക്കണമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ സ്വന്തം ശരീരത്തിൽ തൊടുന്നതിൽ പോലും അവർക്ക് താല്പര്യമില്ല. അവർക്ക് പ്രണയം മുഴുവൻ സ്ത്രീകളോടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിർബന്ധ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. ബൈസെക്ഷൽ എന്നുള്ള പഴയ ടേമാണ്, ഇപ്പോൾ പാൻ സെക്ഷൽ എന്നാണ് പറയുന്നത്. ഞാൻ ബൈസെക്ഷൽ തന്നെ ഉപയോഗിക്കാൻ കാരണം അതിനൊരു പൊളിറ്റിക്കൽ റെലവൻസ് ഉള്ള ഒരു ടേം ആയതുകൊണ്ടാണ്, അതിനൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പം ബൈസെക്ഷൽ എന്ന് പറയുന്നത്, ഈവൻ ലെസ്ബിയൻസ് പറയാറുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സൗകര്യമല്ലേ, കാരണം നിങ്ങൾക്ക് പ്രേമിക്കാൻ ഒരാണിനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ഹെട്രോ നോർമേറ്റീവ് ലുക്കിംഗ് ഒരു ജീവിതം നിങ്ങൾക്ക് പോസിബിൾ ആണല്ലോ എന്നുള്ളത്. നിങ്ങൾ മരിക്കുന്നവരെ ബൈസെക്ഷലാന്ന് റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാൻ പോകുന്നില്ലല്ലോ എന്നുള്ളത്. ഈ ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടഫാണ് സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് ഇതേപോലെ ഹഗ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്, തൊടുന്നത് ഭയങ്കര പ്രശ്നമാണ്. നമുക്കറിയാം, ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടയിൽ തന്നെ എനിക്ക് ഒരുപാട് ആണുങ്ങൾ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും, ഞാൻ ബൈസെക്ഷലായിട്ട് പോലും എനിക്ക് അവരോടൊന്നും, എല്ലാ കാണുന്ന ആണുങ്ങളോടും വികാരം വരുന്നൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് എന്ത് സെക്ഷുവാലിറ്റി ആണെങ്കിലും, അത് പ്രണയം തോന്നുന്നവരോട് തന്നെ പ്രണയം തോന്നുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചില സമയത്ത് ഒരു ഹെട്രോസെക്ഷൽ ലോകത്ത് ആണുങ്ങൾ സ്ത്രീകളെ എപ്പോഴും ലൈംഗിക വസ്തുക്കളായിട്ടാണ് കാണുന്നത്. ഭൂരിഭാഗം സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ പല കേസുകളിലും ആണുങ്ങളുടെ റിമാർക്സ് ഒക്കെ അങ്ങനെ വരാറുണ്ട്, സെക്ഷലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരു വേൾഡ് വ്യൂ ഉള്ളത് കൊണ്ടല്ലേ ബാക്കി സെക്ഷുവാലിറ്റിയിലുള്ള ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ, എനിക്ക് തൊടാൻ പ്രശ്നമുള്ള ആണുങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, അവർ തൊട്ട് കഴിഞ്ഞാൽ അവർ എന്തോ സെക്ഷൽ അപ്രോച്ച് ആണെന്ന് മാത്രമേ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാടാണിത്. ഇപ്പൊ ഞാനൊരു ലെസ്ബിയൻ ആണെങ്കിൽ ഞാൻ ഒരു സ്ത്രീയെ തൊടുമ്പോൾ അത് ലൈംഗികമായ തൊടലാണെന്നുള്ളത് അങ്ങനെയല്ലല്ലോ. നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും. ആ ആൾക്കാരെ തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമാണ് ഇതെന്നുള്ള മനസ്സിലാക്കലിന്റെ കുറവാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ എത്ര ആണാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഗാർഗി എത്ര പെണ്ണാണെന്ന് ചോദിച്ചാലൊക്കെ ചോദ്യം വളരെ പാടാണ്. അതെ, ഇത് ഒരിക്കലും പറ്റില്ല. അപ്പൊ ഉള്ളു തന്നെയാണ് ഇത് ഘടകം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊരു ചെറിയ കമ്മ്യൂണിറ്റി കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തുക, എന്നിട്ട് നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക, ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരിക, അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്. അതല്ല, ശരിക്കും അതായിരുന്നില്ല നമുക്ക് വേണ്ട എന്നുള്ളത്. ഇതൊക്കെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം വന്നിട്ടില്ല ഇപ്പോഴും. സത്യത്തിൽ ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന്റെയും ക്യൂർ മൂവ്മെന്റിന്റെയും കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വളരെ ഏർലി സ്റ്റേജസിലുള്ള മൂവ്മെന്റ്സാണ്. ക്യൂർ മൂവ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ 2010
കേരള ക്യൂർ പ്രൈഡിൽ നിൽക്കുമ്പം നമ്മൾ അവിടെ വിറച്ചിട്ട് തന്നെ നിന്ന്. 2018 377 ഡീക്രിമിനലൈസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ക്യൂർ മൂവ്മെൻറ്റിനെ മനസ്സിലാക്കുന്നത്. അതിനകത്ത് നമുക്ക് പരസ്പരം ധാരണയില്ലായ്മ, ശരീരത്തെക്കുറിച്ച് ധാരണയില്ലായ്മ, മാനസികാവസ്ഥയെക്കുറിച്ച് ധാരണയില്ലായ്മ, ഇത് ഭയങ്കര കോമൺ ആണ്. ഒരു മൂവ്മെൻറ്റ് വളർന്ന് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിന് കുറച്ചും കൂടിയും കാലം കിട്ടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ മൂവ്മെൻറ്റ് വളർന്ന് ആ മൂവ്മെൻറ്റിന് തന്നെ സ്വന്തം കാര്യങ്ങൾ തിരിഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ഓരോ കാര്യത്തിലും ക്ലാരിറ്റി വരിക. ഇപ്പം സർജറി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് കരുതുന്ന ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം. അത് വളരെ എസെൻഷ്യലാണ്. അവരെ ജീവവായു പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരെ അറിയാം. പക്ഷേ അത്ര കൺവിൻസ്ഡ് അല്ലാതെ സർജറി ചെയ്തിട്ട് അത് ഫെയിലായ ആൾക്കാരെ അറിയാം. ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞ് വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം. ഇപ്പം സർജറിക്ക് മുന്നേ ഒരുപാട് കാലം കൗൺസിലിംഗ് നിർബന്ധമാക്കുന്ന പരിപാടിയുണ്ട്. ഹോർമോൺ ഇത്രയും കാലം എടുത്തിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുക. ഇപ്പം ഹോസ്പിറ്റൽസിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര കളിയാക്കൽ, ഭയങ്കര തമാശയാണ്. ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലിക്കേറ്റഡും അത്രയും പെയിൻഫുള്ളും അത്രയും റിസ്കി ആയിട്ടുള്ള സർജറി ആണെങ്കിൽ പോലും ഹോസ്പിറ്റൽസൊക്കെ അതിനെ ഭയങ്കര പൊതുസമൂഹം കാണുന്ന പോലെ തന്നെ വേറെന്തോ രീതിയിൽ ഇവരുടെ കാമഭ്രാന്ത് മൂത്ത് അങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തീരെ അക്കൗണ്ടബിൾ അല്ല. ഇപ്പം അനന്യയെ പോലെ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് പബ്ലിക് സ്പേസിൽ നിന്ന് സംസാരിച്ച ഒരാൾ ചെയ്തിട്ട് പോലും ഇവിടെ കൃത്യമായ ഒരു സർജറി പ്രോട്ടോക്കോൾ വേണമെന്ന് പറഞ്ഞൊരു സമരം ഉണ്ടാവുകയൊന്നും ചെയ്തിട്ടില്ല. അത് ആ മൂവ്മെൻറ്റിൻ്റെ ബഡിങ് സ്റ്റേജിലായതുകൊണ്ടാണ്. മൂവ്മെൻറ്റിന് തന്നെ ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് കാലം വേറെ രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടും വേറെ രീതിയിൽ സ്വയം പഴിച്ചുമൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആയിന്ന് പറഞ്ഞത് കൊണ്ട് സ്വതന്ത്രരാവില്ല. അത് ആ സ്വാതന്ത്ര്യബോധം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുകയും കൂടി വേണം. സർജറിനെ കുറിച്ച് മാത്രമല്ല, ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ അറിവില്ലായ്മ ഭീകരമായിട്ടുണ്ട്. വഞ്ച കളക്റ്റീവ് ലാസ്റ്റ് റേപ്പിനെ കുറിച്ചൊരു ഇവന്റ് ചെയ്തപ്പോഴാണ് വളരെ ബേസിക് ആയിട്ട് കോണ്ടം ഉപയോഗിക്കാതെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനി കൺസെൻഷ്വൽ സെക്സ് തന്നെയാണെങ്കിൽ അത് റേപ്പാണെന്നുള്ള സാധനം വിധി വന്നിട്ടുള്ളതാണ് ഇവിടെ. അപ്പൊ അത്തരം കാര്യങ്ങൾ പോലും ഇവിടെ പബ്ലിക്കിന് അറിയില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്യൂർ മൂവ്മെന്റിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്സിനകത്ത് പാലിക്കേണ്ട ജനാധിപത്യത്തെ കുറിച്ച് പോലും ഇവിടെ മനുഷ്യർക്ക് അറിയില്ല. ഇപ്പൊ നിങ്ങൾ ഹെട്രോസെക്ഷൽ ആണെന്നുള്ളത് ക്യൂർ ആണെന്നുള്ളതിന്റെ, ക്യൂർ ആണെന്ന് നമ്മൾ പറയുന്നതിന്റെ ഒരു എതിർവാദമായിട്ടാണ് പലപ്പോഴും പറയുന്നത്. ഞങ്ങൾ ഹെട്രോസെക്ഷൽ ആയിക്കോട്ടെ, എന്നാൽ ഹെട്രോസെക്ഷുവാലിറ്റിക്ക് അകത്ത് ജനാധിപത്യം ഉണ്ടോ? അതിനകത്ത് അത് വരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് പണിയെടുക്കുന്നു? ഞങ്ങൾ ക്യൂർ മൂവ്മെന്റിനകത്ത് ഇത്തരം പല ചർച്ചകളിലും ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ഭീകരമായി വലുതായി നിൽക്കുന്ന ഈ ഹെട്രോസെക്ഷൽ സമൂഹത്തിനകത്ത് ഇത്രയും റേപ്പും ഇത്രയും കൊലപാതകവും ജനാധിപത്യമില്ലായ്മയും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് പോലും ഇവിടെ ആൾക്കാർക്ക് അറിവില്ല എന്നാണ്. പ്രവർത്തനങ്ങളൊക്കെ കുറച്ചുകൂടി പ്രോഗ്രസീവായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിനുള്ള ഊർജവും ഫണ്ടും ഒക്കെ സംഘടനയ്ക്ക് ഉണ്ടാവട്ടെ. നന്ദിയുണ്ട് ഗാർഗി സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച്.